മാത്രമല്ല പാരാമെഡിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി കഴിഞ്ഞ് ഒരു BSc കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് കടക്കുക എന്നത് മാത്രമല്ല പാരാമെഡിക്കൽ ഫീൽഡിലുള്ളത്. പാരാമെഡിക്കൽ ഫീൽഡിൽ പല കാറ്റഗറിയിലുള്ള കോഴ്സുകളുണ്ട്. 6 months 1 year വരുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, 1 year 1.5 year വരുന്ന അല്ലെങ്കിൽ 2 year വരെ വരാവുന്ന UG ഡിപ്ലോമ കോഴ്സുകൾ, +2 കഴിഞ്ഞാൽ ചെയ്യാവുന്ന 2 വർഷത്തെ UG ഡിപ്ലോമ കോഴ്സുകൾ. അത് കഴിഞ്ഞാണ് ഡിഗ്രി കോഴ്സുകൾ വരുന്നത്. ഇപ്പോൾ BSc നഴ്സിംഗ് പോലെ തന്നെ BSc ഓഡിയോളജി, ലാബ് ടെക്നോളജി, അതുപോലെ ന്യൂറോ ടെക്നോളജി, ഇമേജിംഗ് ടെക്നോളജി തുടങ്ങി കുറേ കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡിഗ്രി എടുക്കുകയും PG എടുക്കുകയും വേണമെങ്കിൽ PhD വരെ പോകാം. PhD വരെ പോയാൽ അവർ മെഡിക്കൽ കോളേജിൽ തന്നെ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തന്നെ നല്ല പോസ്റ്റുകളിലേക്ക് അവർക്ക് പ്ലേസ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. PhD വരെ പോകണമെന്ന് മാത്രം. അപ്പോൾ ഈ രൂപത്തിൽ ഈവൺ നീറ്റ് വഴി MBBS MD എന്ന നിലക്കുള്ള പ്രാക്ടീസിംഗ് ഡോക്ടറാകാൻ സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. മറ്റു ഓൾട്ടർനേറ്റീവായി മെഡിക്കൽ ഫീൽഡിൽ തന്നെ വളരെ ഉയരങ്ങളിൽ എത്താനുള്ള ധാരാളം വഴികളുണ്ട്. ഇനി ഇത് ഡയറക്റ്റ് മെഡിക്കൽ ഫീൽഡിൽ തന്നെ എത്താവുന്ന വേറെയും വഴികളുണ്ട്. ഇതിപ്പോൾ ഡയറക്റ്റായി മെഡിക്കൽ ഫീൽഡുമായി തന്നെ ബന്ധപ്പെട്ട ചില കോഴ്സുകളാണ് പറഞ്ഞത്. ഇങ്ങനെ ഡയറക്റ്റ് ബന്ധമില്ലെങ്കിൽ പോലും ചില ഏരിയകളിൽ, പ്രത്യേകിച്ചും ലൈഫ് സയൻസ്, മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് ബയോളജി മാത്രം വരുന്ന ഒന്നല്ല, ഫിസിയോളജി മാത്രം വരുന്ന ഒന്നല്ല, അല്ലെങ്കിൽ അനാട്ടമി മാത്രം വരുന്ന ഒന്നല്ല.